ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കോവയ്ക്ക ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്ക, നാടൻ കോവയ്ക്കാണ് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ നമ്മൾ ഇത് 4 കീറാക്കിയിട്ട് ഇങ്ങനെ നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് മസാല കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ കോവയ്ക്കേനെ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല സുന്ദരി കുട്ടിയാക്കിയിട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത്തിരി മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടിയാണ്, വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്. മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടി ചേർക്കാം നമുക്ക്. ഇനി നമുക്ക് കോൺഫ്ലവറിൻ്റെ പൗഡറാണ്. കോൺഫ്ലവറിൻ്റെ പൗഡർ കുറച്ച് നമുക്കൊന്ന് ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കോൺഫ്ലവറിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ ഒരിത്തിരി അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ കോവയ്ക്കയിലോട്ട് പിടിക്കണം മസാല ഒക്കെ. നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം നമ്മുടെ കോവയ്ക്കയിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കോവയ്ക്ക എണ്ണയിലിട്ടിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കോവയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കോവയ്ക്ക ഫ്രൈ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.